ഇനി പുറത്തേക്ക് വേറൊരു അടുക്കള എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ ഉണ്ടാവും. മേശേരി മേശേരി മറ്റേ മേശേരിന്റെ അസിസ്റ്റന്റ്. ഇത് രാജു അല്ലേ? രാജു വേറാണ്. അസീബാണ് നമ്മുടെ ചാക്കുകൊണ്ട് നമ്മുടെ ഏരിയ കവർ ചെയ്യുന്നത്. ഉപ്പ തെറി പിടിച്ചു കൊടുക്കണേ. രണ്ടാമത്തെ ദിവസം പടവ്. നമ്മുടെ കിണറാണിത്. കിണർ മുഴുവൻ കാട് മൂടി കിടക്കായിരുന്നിട്ടാ. ഇപ്പൊ വൃത്തിയാക്കി. ഇതാ ഈ ഒരു അവസ്ഥയായിരുന്നു കിണർ എല്ലാ സൈഡിലും. കിണറിന് ചുറ്റുമുള്ള കാടുകൾ വൃത്തിയാക്കിയപ്പോൾ അത്രയും തേങ്ങയും കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാ. നമ്മുടെ പടവിൻ്റെ മൂന്നാമത്തെ ദിവസം. ഇനി 2-3 ജനലും കട്ടിലൊക്കെ വെക്കാനുണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. മാഷാ അല്ലാ, നമ്മുടെ പടവിൻ്റെ 4ാമത്തെ ദിവസം. ഒരു ഭാഗത്തെ ഹൈറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യൂൻസേ ഒന്ന് ടാറ്റ കാണിക്ക്. യൂൻസാണത് കേട്ടാ. അപ്പം നിബൂസ് പണിക്കാർക്കുള്ള ചോറേറ്റ് വരുന്നുണ്ട് കേട്ടാ. വീട് ഈ ഒരു രൂപത്തിലായതിനു ശേഷം നിബൂസ് ആദ്യമായിട്ടാണ് കാണുന്നത്. ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. വണ്ടിയിലായതുകൊണ്ട് ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നില്ല കേട്ടാ. ഇങ്ങനെ ഈ ഒരു രൂപത്തിലായതിനു ശേഷം ആദ്യമായിട്ടാണ് നിബു കാണുന്നത്. എന്തായാലും നോക്കാം. ഇപ്പം അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ ആളോട് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. എവിടെ ചോറൊക്കെ എവിടെ? നിബുവോ കണ്ട വീട് കണ്ട എങ്ങനെയുണ്ട്? മാഷാ അല്ലാ. അപ്പം നമ്മളെ പണിക്കാരാണ് ചോറുന്നത്. മെയിൻ മേസേരി ഇതാ സുലൈമാൻ. സെക്കൻഡ് മേസേരി യൂൻസ് അല്ലേ സുലൈമാനെ? യൂൻസ്. ആ യൂൻസ്. ബാക്കി പിന്നെ നമ്മുടെ ഭായിമാരൊക്കെ ഉണ്ട് കേട്ടാ. ക്ഷേത്രി നമ്മളെ ഹെൽപ്പർമാരിൽ മെയിൻ ഇല്ലേ ക്ഷേത്രി. ക്ഷേത്രി ഒന്നും കൂടി തിരിയോ മോഹം കാണിക്കതാ. ക്ഷേത്രി രാജു ഇവരൊക്കെ UP-കാരാണ് കേട്ടാ.
ഇതൊക്കെ പിന്നെ നമ്മളെ നാട്ടുകാർ, നമ്മളെ സ്വന്തം ആൾക്കാരുണ്ട് ബാക്കിയുള്ളവർ. മാഷാ അല്ലാ, നമ്മുടെ 5ാമത്തെ ദിവസമാണ് നമ്മുടെ വീട് പണി തുടങ്ങിയിട്ട്, പടവ് തുടങ്ങിയിട്ട്. ഏകദേശം ഇതാ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഏകദേശം പടവൊക്കെ തീർന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു 6 ആൾ പണിയെടുക്കേണ്ടി നമ്മുടെ സുലൈമാൻ തന്നെ. ഇവിടെയൊക്കെ ഏകദേശം അല്ല, ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ പടവ് വരും. ഇത്രയും ഹൈറ്റിൽ ഇവിടെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിൻഡൽ ഇൻഷാ അല്ലാ. പിന്നെ ഇതിൻ്റെ മേലൊക്കെ ബീമാണ് വരിക. മാഷാ അല്ലാ, അങ്ങനെ നമ്മുടെ താഴത്തെ പടവ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3-4 കല്ലും കൂടി വെക്കാണ്ടാവല്ലോ സുലൈമാനെ? ഒരു 3-4 ലാസ്റ്റ് ഇതാ സുലൈമാൻ ഇപ്പോൾ പുറത്തുകൊണ്ടിരിക്കുന്ന ഈ ലാസ്റ്റ് ലൈനും കൂടി വെക്കാനുണ്ടാവും. പിന്നെ ഉള്ളിൽ 2-3 കല്ല് വെക്കാനുണ്ടാവും. മാഷാ അല്ലാ, ഇനി അടുത്തത് ലിൻഡൽ പരിപാടിയാണ് ഇൻഷാ അല്ലാ. അപ്പം നമ്മുടെ വീട് പണിയെടുത്ത നാം പോലെ ഭായ്, നാം ആപ്കാ? നീരജ് ഭായ്. ഇത് രാജു ഭായ്. രാജു ഭായ് ആപ്കാ നാം? രാജു UP. പിന്നെ ഇത് അവിടെ നമ്മൾ വേറൊരു ഭായ് ഉണ്ട്. ഭായ് വീഡിയോ പോലെ ആപ്കാ നാം? UP. വിനീത് ഭായ്. പിന്നെ നമ്മളെ നാട്ടിൽ നമ്മളെ സ്വന്തം ആളുണ്ട് കേട്ടോ ഇവിടെ. ഇതാണ് നമ്മൾ പണിയെടുത്ത വേറൊരു ഭായ്, ഛേത്രി ഭായ്. ഫുൾ നെയിം? അതാണ് ഭായിൻ്റെ ഫുൾ നെയിം ഇട്ടാ. UP അല്ലേ? UP ആണ്. നല്ല പണിക്കാരനാണ് കേട്ടോ, മാഷാ അല്ലാ. ഇതാ ഈ കാണുന്നതാണ് സക്കീർ, നമ്മുടെ സ്ലേവ്, വാർപ്പിൻ്റെ മുതലാളി. ഈ പണിയെടുക്കുന്നത് നോക്കണ്ട കേട്ടോ, ആൾ മുതലാളിയാണ്. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ പലകടി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ 2 ദിവസം കൊണ്ട് നമുക്ക് ലിൻഡൽ വാർക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. പലകടി കഴിഞ്ഞ് പിറ്റേ ദിവസം നനക്കാൻ വന്നതാണേ. സ്റ്റെയറിൽ ഇതുപോലെ ഇതാ പണിക്കാർ പറഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ചാക്കിട്ടിട്ടുണ്ട്. നന്നായി നനവ് തട്ടണമെന്നാണ് പറയുന്നത്. നിബൂസ് വന്നിട്ടില്ല. നിബൂസ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്കൂളില്ലാത്തതുകൊണ്ട് രാത്രി മുഴുവൻ കുറേ സമയം ഉറങ്ങാണ്ടിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടി വന്നു. അപ്പോൾ ഇതാ മാഷാ അല്ലാ ഏകദേശം ഇത്രയായിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി നമ്മുടെ ലിൻഡലിൻ്റെ മേലെ ഇനി ഒരു 4 വരെയും കൂടി വെക്കാനുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ആ ഒരു പടവ് കൊടുക്കും ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സെപ്റ്റംബർ 22-ാം തീയതി. സെപ്റ്റംബർ 22-ാം തീയതി രാവിലെ 7 മണിക്ക് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ നനക്കൽ നിബൂസിനും ഉമ്മച്ചും കൂടിയിട്ടുണ്ട്. കിണറ്റിലെ വെള്ളം തീർന്നു കഴിഞ്ഞാലും നനക്കൽ തീരില്ലെന്ന് തോന്നുന്നുണ്ട്. നല്ലോണം നനവ് തട്ടിക്കോട്ടെട്ടാ. സെപ്റ്റംബർ 23-ാം തീയതി പലകടത്തൽ, നമ്മുടെ ലിൻഡലിൻ്റെ പലകടത്തലാണ് കേട്ടോ.
ഇന്ന് ഒക്ടോബർ 2 പോർച്ചും സിറ്റൗട്ടും കൂടി വാർക്കാൻ പോവാണ്. അതായത് ഇന്ന് കമ്പികെട്ടലും പലകടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ ഒക്ടോബർ 3 ഇതാ ഈ കാണുന്ന ഏരിയ വാർക്കും. ഇത് സിറ്റൗട്ടാണ്. ഇതിനപ്പുറത്ത് അവിടെ ആയിട്ട് കാണുന്നതാണ് പോർച്ചിൻ്റെ ഭാഗം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 വരിയും കൂടി ഈ സൈഡിൽ ഇങ്ങനെ പടവുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ വാർപ്പ് വരുന്നത് ഈ ഒരു ഏരിയയിലോട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരു പക്ഷേ 1 മാസം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ചെറിയൊരു ഭാഗം എന്താ പറയുക വാർപ്പായിരുന്നു ഇന്നലെ. ഇപ്പം ഇന്ന് ഫുള്ളായിട്ട് രാവിലെ തന്നെ നനച്ചിടുകയാണ്. കാക്കകളൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയി കുളിക്കാനും കുടിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഞാനിവിടെ ഇറങ്ങിയിട്ട് വേണം, ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം എല്ലാവർക്കും ഇവിടെ വന്ന് വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇനിയിപ്പം അടുത്തത് ഈ ഒരു ഭാഗം നമുക്ക് പലകടിക്കണം. കണ്ടോ, കാക്കകൾക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും ചെയ്യുക, കുളിക്കുകയും ചെയ്യുക.